ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കാനുള്ള അപേക്ഷ നിരസിച്ചാൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? അത് വലിയൊരു കുഴപ്പം പിടിച്ച ചോദ്യം തന്നെയാണ്. ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കിയ ഭൂമി മാത്രമാണ് നമുക്ക് ഭൂമി തരംമാറ്റാൻ സാധിക്കുകയുള്ളൂ. ഒന്നുകിൽ ഡാറ്റാ ബാങ്കിൽ ഇല്ലാതിരിക്കണം, അല്ലെങ്കിൽ ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കിയിരിക്കണം. ഭൂമി തരംമാറ്റം എന്ന പ്രക്രിയ നന്നായി മനസ്സിലാക്കാനും അതിൻ്റെ പിന്നാലെ സമയം ചെലവഴിച്ച് നിൽക്കാനും സാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമസ്കാരം, സ്മാർട്ട് ജെറ്റ് മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഭൂമി തരം മാറ്റം, അതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അറിയേണ്ടതായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് അവനീഷ് കോയിക്കരയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ ഹൈക്കോടതി അഡ്വക്കേറ്റാണ്, അതുപോലെ തന്നെ സുപ്രീം കോടതി അഡ്വക്കേറ്റാണ്. അപ്പോൾ ഈ ഒരു ഭൂമി തരം മാറ്റത്തെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. ഭൂമി തരം മാറ്റം, ഇത് അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ജനറലായിട്ട് പറയുവാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ്? ഭൂമി തരംമാറ്റം ഒറ്റവാക്കിൽ പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. ഭൂമി തരംമാറ്റം എന്ന് പറയുന്നത് വളരെയധികം സമയമെടുത്ത് പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. സാധാരണക്കാരൻ്റെ കൈവശം ഇരിക്കുന്ന ഭൂമി അതിൻ്റെ ഒരു ഇനത്തിൽ നിന്ന് മറ്റൊരു ഇനത്തിലേക്ക് മാറ്റുന്നത് തന്നെയാണ് തരംമാറ്റം എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഫേമസ് ആയി കേൾക്കുന്നത് നിലമായിട്ടുള്ള ഭൂമി. പണ്ട് നമ്മുടെ കാരണവന്മാരുടെ സ്ഥാനത്തൊക്കെ ഇരുന്ന ആൾക്കാരൊക്കെ ഏതെങ്കിലും കാരണവശാൽ മണ്ണടിക്കുകയോ മറ്റെന്തെങ്കിലും കാരണവശാൽ അല്ലെങ്കിൽ നികന്നു പോവുകയോ ഒക്കെ ചെയ്ത സമയത്ത് നെൽകൃഷിക്ക് പകരം അവിടെ കരഭൂമിയുടെ അവസ്ഥയിലേക്ക് മാറിക്കെട്ടം വരികയോ മരങ്ങളൊക്കെ ഉണ്ടാവുകയോ ചെയ്തു. അങ്ങനത്തെ സാഹചര്യത്തിൽ അതിന് നിയമപരമായ സാധ്യത ലഭിച്ചിരുന്നില്ല. 1967 KLU നിയമം വന്നുവെങ്കിലും അതിൻ്റെയൊക്കെ പരിധിയിലേക്ക് ഇവർ കടന്നു പോകാൻ കുറച്ചധികം ആൾക്കാർ മാത്രമേ തയ്യാറായിട്ടുള്ളൂ. അതിൻ്റെ ഒരു പ്രതിസന്ധിയാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്ന ഏത് ഇൻ്റർവ്യൂ നടത്തിയാലും ഏത് ക്ലാസ് എടുത്താലും ക്ലാസ് എടുത്താൽ നൂറുകണക്കിന് പേര് വീഡിയോ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ ആ ചാനൽ ഒരു ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ലക്ഷങ്ങൾ ആൾക്കാർ കാണുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. ഓക്കെ, അപ്പോൾ എന്തായാലും കുറേ അധികം ആളുകൾ കേൾക്കാൻ തയ്യാറാകുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തൊട്ട് ഇതിൻ്റെ ഓരോരോ പോയിന്റായിട്ട് പോകാം അല്ലേ? തീർച്ചയായും. ഇതിൻ്റെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ തരത്തിലുള്ള ഭൂമികളാണ് തരം മാറ്റാനായിട്ട് പറ്റുക, അതുപോലെ ഭൂമി തരം മാറ്റുന്ന വിവിധ ഘട്ടങ്ങളുണ്ടല്ലോ, ആ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഭൂമി തരം മാറ്റാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ തരം ഭൂമി എന്ന് പറയുന്നത് 2008 ഓഗസ്റ്റ് 12 മുമ്പ് നികത്തപ്പെട്ട ഭൂമിയാണ് നമുക്ക് തരം മാറ്റാൻ സാധിക്കുന്നത്. അതായത് 2008 ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ 2008 മുമ്പുള്ള മരങ്ങളോ കെട്ടിടങ്ങളോ ഒക്കെ ഉള്ള ഭൂമികളാണ് ഒന്നാമത്തെ കാറ്റഗറി വരുന്നത്. രണ്ടാമത്തെ കാറ്റഗറി വരുന്നത് നമ്മുടെ ചുറ്റുമുള്ള ഭൂമി 2008 ഓഗസ്റ്റ് 12 മുമ്പ് നികത്തപ്പെട്ടത് ആയിട്ടുള്ള കാറ്റഗറിയാണ് നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് മാറ്റാൻ പറ്റുന്നത്. ഈ രണ്ട് ഭൂമികളാണ് നമുക്ക് പ്രധാനമായിട്ട് തരം മാറ്റാൻ സാധിക്കുക. അതാണ് തുടക്കം പറയാനുള്ളത്. ഇതിന് ഘട്ടങ്ങൾ ചോദിച്ചാലുള്ള മറുപടി പറയാൻ പറ്റുന്നത് ഇതിന് 3 ഘട്ടങ്ങളിലൂടെയാണ് ഭൂമി തരംമാറ്റം നടക്കുന്നത്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ ഡാറ്റാ ബാങ്കിൽ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക എന്നാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഭൂമി ഇപ്പോഴത്തെ സെക്ഷൻ 27A പ്രകാരമോ പണ്ടത്തെ KLU നിയമപ്രകാരമോ ഒക്കെ തരം മാറ്റിയെടുക്കുന്ന അതിൻ്റെ രൂപമാറ്റത്തെ സർക്കാർ അംഗീകരിക്കപ്പെടുന്ന ഒരു ഘട്ടമാണ്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് രേഖകളിൽ പുരയിടമാക്കി മാറ്റുന്ന അല്ലെങ്കിൽ സ്വഭാവധീനം വരുത്തിയ പുരയിടമാക്കി മാറ്റുന്ന ഘട്ടമാണ് മൂന്നാമത്തെ ഘട്ടമുള്ളത്. ഇപ്പോൾ ഈ ഭൂമി തരം മാറ്റാനായിട്ട് എത്ര സമയം എടുക്കും, അതുപോലെ ഭൂമി തരം മാറ്റാനായിട്ടുള്ള കാലതാമസം അത് ഒഴിവാക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ്? ഭൂമി തരം മാറ്റുന്ന പ്രൊസീജിയർ ഞാനിപ്പോൾ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഏകദേശം മനോരമയായിട്ട് സഹകരിച്ചുള്ളൊരു ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്. അവർ മനോരമ വിളിച്ചിട്ട് നമ്മൾ ക്ലാസ് നടത്തി. പല സ്ഥലത്ത് ഞാൻ മനസ്സിലാക്കുന്നത് 6-7 വർഷമായി ഭൂമി തരം മാറ്റാൻ നടക്കുന്ന ആളുകളുണ്ട്, പൂർണ്ണമായി തീർന്നിട്ടില്ല. അപ്പോൾ ഭൂമി തരം മാറ്റാൻ ഏകദേശം 2 വർഷം മുതൽ അല്ലെങ്കിൽ 3 വർഷം മുതൽ 9-10 വർഷം വരെ എടുക്കുന്ന നീണ്ട പ്രൊസീജിയറാണ്. എന്നാൽ ഇതിന് കാലതാമസം ഒഴിവാക്കാനായിട്ട് ചെയ്യേണ്ട കാര്യം 2 കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ അപേക്ഷ ഫയൽ ചെയ്യപ്പെടുന്ന മുമ്പ് ഒന്നുകിൽ ഇതിനെക്കുറിച്ച് നന്നായി പഠിക്കുക, അല്ലെങ്കിൽ നല്ലൊരു എക്സ്പെർട്ടിനെ ഏൽപ്പിക്കുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന് ആവശ്യമായ കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടാക്കുക. കാരണം ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലെ പൊതുവെ മടിയന്മാരാണ്. അവർ കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ അത് കൃത്യമായി ചെയ്യിപ്പിക്കാൻ വേണ്ടി കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടാകുക എന്നാണ്. അങ്ങനെയെങ്കിൽ നമുക്കൊരു 6 മാസം തൊട്ട് 2 വർഷം വരെ സമയം കൊണ്ട് ഭൂമി തരംമാറ്റത്തിൻ്റെ മുഴുവൻ പ്രോസസ്സും തീർത്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അതുപോലെ ഈ അപേക്ഷിക്കുമ്പോൾ തെറ്റായിട്ടുള്ള അപേക്ഷകൾ നൽകിയതിലൂടെ നിരസിക്കപ്പെടാനുള്ള സാധ്യതയില്ലേ, അതിനെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക?
അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ഒന്നുകിൽ ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച് നല്ല എക്സ്പെർട്ടിൽ നിന്ന് പഠിച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കുക, ഇതിൻ്റെ നിയമങ്ങൾ വായിച്ച് മനസ്സിലാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഒന്നാമത് ചെയ്യാൻ പറ്റുന്നത്. ഇനി അതിനൊക്കെ ചെയ്യാനോ ഒക്കെ നമുക്ക് പറ്റത്തില്ല, എത്ര പഠിച്ചാലും എടുക്കാനൊന്നും പറ്റുന്നില്ല, ഇതിനെക്കുറിച്ച് എല്ലാ വശങ്ങളെയും അറിയില്ല എങ്കിൽ നല്ലൊരു എക്സ്പെർട്ടിനെ നമ്മൾ കണ്ടെത്തി ഏൽപ്പിച്ചാൽ അവർ കൃത്യമായിട്ട് നമ്മുടെ തലവേദനയൊക്കെ ഒഴിവാക്കി തരും. അവർ കൃത്യമായിട്ട് അത് ചെയ്ത് അതിൻ്റെ പ്രൊസീജിയർ ചെയ്തു തരും. നമ്മളൊരു ഭൂടമ എന്ന രീതിയിലുള്ള സഹായം മാത്രം, അവരുടെ പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് കൊടുക്കുന്ന, സ്ഥലം കാണിക്കുന്ന അത്ര ഉത്തരവാദിത്തം മാത്രം ചെയ്യാൻ മതി. ബാക്കിയെല്ലാം അവർ തന്നെ ചെയ്ത് കൃത്യമായിട്ട് അതിൻ്റെ പേപ്പർ വർക്ക്സ് എല്ലാം ചെയ്തു തരുന്നതാണ്. അതുപോലെ ഇപ്പോൾ ആരാണ് ഇപ്പോൾ ഈ ഒരു ഭൂമി തരം മാറ്റൽ അപേക്ഷകൾ പരിഗണിക്കുന്നത്? ആരാണ് ഭൂമി തരം മാറ്റൽ അപേക്ഷകൾ ആദ്യം പരിഗണിച്ചിരുന്നത് RDOമാരാണ്. ഇപ്പോൾ RDOമാർക്ക് ഇപ്പോൾ റീസെൻ്റിലായിട്ട് ആ പവർ ഡെപ്യൂട്ടി കളക്ടർമാർക്ക് നൽകിയിട്ടുണ്ട്. ഓരോ താലൂക്ക് വെച്ച് നമ്മൾ പരിശോധിക്കണം. അത് ഓരോ താലൂക്കിനും ഓരോ ഉദ്യോഗസ്ഥന്മാരെയാണ്, ഓരോ ഡെപ്യൂട്ടി കളക്ടർ അല്ലെങ്കിൽ സബ് കളക്ടറാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവരും തന്നെ പല നാടുകളിലേക്ക് കുടിയേറി പാർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെ വരുന്ന അവസരത്തിൽ ഈ നാട്ടിലില്ലാത്ത ഒരാളുടെ ഭൂമി തരം മാറ്റാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നാട്ടിലില്ലാത്ത ആളുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവിടെ ചെന്നതിന് ശേഷം നമുക്ക് പവർ ഓഫ് അറ്റർണി ഉണ്ടാക്കാം. പവർ ഓഫ് അറ്റർണി എന്ന് പറയുന്നത് നോട്ടറി അറ്റസ്റ്റ് ചെയ്ത പവർ ഓഫ് അറ്റർണി ഉണ്ട്, സബ് രജിസ്ട്രാറുടെ അടുത്ത് രജിസ്റ്റർ ചെയ്ത പവർ ഓഫ് അറ്റർണി ഉണ്ട്, എംബസി അറ്റസ്റ്റ് ചെയ്ത പവർ ഓഫ് അറ്റർണി ഉണ്ട്. ഇങ്ങനെ ഏതെങ്കിലും പവർ ഓഫ് അറ്റർണി ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വക്കാലത്ത് എംബസി അറ്റസ്റ്റ് ചെയ്ത് അഫിഡവിറ്റൊക്കെ എംബസി അറ്റസ്റ്റ് ചെയ്ത് അയച്ചെന്ന് അതിൻ്റെ കാര്യം നടത്താൻ പറ്റും. പക്ഷേ അതിനേക്കാൾ എളുപ്പം പവർ ഓഫ് അറ്റർണി ഉണ്ടാക്കുക തന്നെയാണ്. ഓക്കെ. അതുപോലെ തന്നെ ഈ ഭൂമി തരം മാറ്റി നൽകാനായിട്ട് ഹൈക്കോടതി നൽകിയ ഉത്തരവ് സർക്കാർ ഉദ്യോഗസ്ഥർ നടപ്പിലാക്കിയില്ലെങ്കിൽ നമുക്ക് എന്താണ് അത് പരിഹരിക്കാൻ കഴിയുക? ഈ ഹൈക്കോടതി ഉത്തരവുകൾ നടപ്പിലാക്കുന്നില്ല എന്നൊരു ആക്ഷേപം പരക്കുന്നുണ്ട്. അതിനെതിരെ ഹൈക്കോടതി പലവട്ടം വിമർശിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിലും ചർച്ച നടക്കുന്നുണ്ട്. അങ്ങനെ രീതിയിൽ ഹൈക്കോടതി ഉത്തരവ്, ഒരു കോടതി ഉത്തരവ് നടപ്പിലാക്കിയില്ലെങ്കിൽ പോലും നമുക്ക് ആ കോടതി ഉത്തരവ് പറഞ്ഞിരിക്കുന്ന കാലഘട്ടം മുതൽ 1 വർഷത്തിനുള്ളിൽ കോടതി അലക്ഷ്യ ഹർജി ഫയൽ ചെയ്യപ്പെടാം. അങ്ങനെ കോടതി അലക്ഷ്യ ഹർജി ഫയൽ ചെയ്താൽ അവർ തീരുമാനം എടുത്തു തരും. അത് നമ്മുടെ ഒരു അവകാശം കൂടിയാണ്. അത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓക്കെ. അതുപോലെ എന്താണ് ഈ KSREC അല്ലെങ്കിൽ ഈ സാറ്റലൈറ്റ് റിപ്പോർട്ട് എടുക്കാനായിട്ട് എന്ത് ചെയ്യണം? KSRC എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ സ്ഥാപനമാണ്. നമുക്കിപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടു ആ സമയത്ത് ഉള്ള ഭൂമിയുടെ ചിത്രവും അതിനുശേഷമുള്ള ഭൂമിയുടെ ചിത്രവും. ഇതുപോലെ തന്നെ നമ്മുടെ 1967 മുമ്പ് തന്നെ ഭൂമിയുടെ എല്ലാ അവസ്ഥകളും ഇന്ന് പൂർണ്ണമായും അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ഉപരിതല മുകളിൽ നിന്ന് കിട്ടുന്ന ഉപഗ്രഹ ചിത്രങ്ങളാണ് അതെല്ലാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിൻ്റെ രേഖകൾ കളക്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥാപനമാണ് KSRC. അത് സാറ്റലൈറ്റ് റിപ്പോർട്ട് എടുക്കാനുള്ള നടപടി എന്ന് പറയുന്നത് നമുക്ക് അഗ്രികൾച്ചർ ഓഫീസർക്ക് 1500 ഫീസ് അടച്ച് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന FMB അടക്കം ചേർത്ത് കത്ത് കൊടുത്താൽ അവർ നമ്മുടെ അപേക്ഷയുടെ പുറത്ത് ആ സാലറി റിപ്പോർട്ട് എടുത്തു തരും. ഇതാണ് അതെടുക്കാനുള്ള പ്രൊസീജിയർ. RDO ഉത്തരവിടുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ഇപ്പോൾ എടുക്കുന്നുള്ളൂ എന്നൊരു പ്രശ്നം മാത്രമേ അതിനകത്തുള്ളൂ. സാറ്റലൈറ്റ് റിപ്പോർട്ട് എടുക്കാനും ഇത് തന്നെയാണ് പ്രൊസീജിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതുപോലെ ഭൂമിയുടെ ഇപ്പോഴത്തെ ഇനവും അതുപോലെ രൂപമാറ്റം വന്ന കാലഘട്ടം അത് എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുന്നത്? നമ്മുടെ ഭൂമിയുടെ ഇനം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് നേരിട്ട് സ്ഥലപരിശോധന നടത്തി മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഭൂമിയും തൊട്ടടുത്ത ഭൂമികളും സ്ഥലപരിശോധന നടത്തി നമുക്ക് ഏതാണ് കെട്ടിടങ്ങളുണ്ടോ മരങ്ങളുണ്ടോ അല്ലെങ്കിൽ നെൽകൃഷി ചെയ്യുന്നുണ്ടോ നെൽകൃഷിക്ക് ഉപയുക്തമാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒപ്പം തന്നെ നമുക്ക് KSRC റിപ്പോർട്ട് സാറ്റലൈറ്റ് റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭൂമിയുടെ ഇനം സാറ്റലൈറ്റ് റിപ്പോർട്ടിൽ ഇപ്പോഴത്തെ ഇനം കിട്ടും, 2008 ഇനം കിട്ടും, 1967 ഇനം കിട്ടും. അപ്പോൾ ഏത് കാലഘട്ടത്തിലെ ഇനവും നമുക്കത് നോക്കി പരിശോധിച്ച് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ നമുക്ക് അതിൻ്റെ രൂപമാറ്റം വന്ന കാലഘട്ടവും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഓക്കെ. അതുപോലെ ഈ വസ്തു ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് അറിയാനായിട്ട് സാധിക്കുക? അതുപോലെ ഡേറ്റാ ബാങ്കിൽ നിന്ന് ഇത് ഒഴിവാക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഡാറ്റാ ബാങ്ക് എന്ന് പറയുന്നത് ആ സ്ഥലത്തെ നെൽകൃഷിക്ക് ഉപയുക്തമായ ഭൂമികളുടെയും തണ്ണീർത്തടങ്ങളുടെ രേഖയാണ് ഡാറ്റാ ബാങ്ക് എന്ന് പറയുന്നത്. അത് കൃഷി ഓഫീസറാണ്, കൺവീനറായിട്ട് കമ്മിറ്റിയാണ് രൂപീകരിച്ച് അത് ഉണ്ടാക്കിയത്. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ അല്ലെങ്കിൽ മേയർ അതിൻ്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷയാണ്. ആ വില്ലേജ് ഓഫീസറും പാടശേഖര സമിതിയുടെ ആളുകളും അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഇത് തയ്യാറാക്കുന്നത്. ഇത് കൃഷി ഓഫീസിൽ ഉണ്ടാക്കുകയും നഗരസഭ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി ഇത് പബ്ലിഷ് ചെയ്യും. അത് വീണ്ടും കൃഷിഭവനിൽ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരിട്ട് ഇന്ന് പരിശോധിക്കാൻ സാധിക്കും. പക്ഷേ ഡാറ്റാ ബാങ്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭൂമി തരമാറ്റമായുള്ള അപേക്ഷ സമർപ്പിക്കും RTI പ്രകാരം വിവരാവകാശ നിയമപ്രകാരം ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ച് ആ ചോദ്യങ്ങളുടെ ഉത്തരവും ഇതിൻ്റെ കോപ്പിയും അടക്കം കൊടുത്താൽ മാത്രമാണ് ഭൂമി തരം മാറ്റാൻ പറ്റുള്ളൂ. ഇത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ സർക്കാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് കൃഷി ഓഫീസർമാർ തരുന്നില്ലെന്ന പ്രശ്നത്തിന് നമുക്ക് പരിഹാരം കാണാൻ പറ്റുന്നത് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുക്കുന്നതാണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട 3 പേജുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തെ പേജ് എന്ന് പറയുന്നത് അതിൻ്റെ കവർ പേജ്, ഗസറ്റിൻ്റെ നമ്പറും എല്ലാം വരുന്ന പേജ്. അതിൻ്റെ പിന്നെയുള്ള ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ആമുഖ പേജ് എന്ന് പറയും. അതിനകത്ത് എന്തൊക്കെയാണ് നമ്മുടെ ഭൂമിയുടെ വിവരണങ്ങൾ കൊടുത്തുള്ള പേജാണ്.
പേജാണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ വിവരങ്ങൾ വരുന്ന റെലവൻറ്റ് പേജ്. ഈ 3 പേജുകളും പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെയാണ് ഡാറ്റാ ബാങ്കിൻ്റെ പകർപ്പ് നമ്മൾ എടുക്കേണ്ടത്. ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് ഫോം 5 ഓൺലൈനായിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത്. ആ ഓൺലൈൻ അപേക്ഷ പരിഗണിക്കുന്നത് RDOമാരാണ്. RDO എന്ന് പറഞ്ഞാൽ ഇന്ന് സബ് കളക്ടർമാരുണ്ട്, ഡെപ്യൂട്ടി കളക്ടർമാരുണ്ട്. ഈ 2 കൂട്ടരും നമുക്ക് LLMC റിപ്പോർട്ട് അവർ കോൾ ഫോർ ചെയ്ത് ആവശ്യമെങ്കിൽ സാറ്റലൈറ്റ് റിപ്പോർട്ട് എടുത്ത് പരിശോധിച്ച് നേരിട്ട് സ്ഥലപരിശോധന നടത്തി വേണം ഈ അപേക്ഷയിൽ തീരുമാനം എടുക്കേണ്ടത്. അങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ ഇന്ന് ഉദ്യോഗസ്ഥന്മാർ കൂടുതൽ വന്നിരിക്കുന്നത് കുറച്ചും കൂടി ശരിയായ തീരുമാനങ്ങൾ കിട്ടുന്നതിന് ഗുണകരമാകുന്നുണ്ട്. ഡേറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കാനുള്ള അപേക്ഷ നിരസിച്ചാൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? അത് വലിയൊരു കുഴപ്പം പിടിച്ച ചോദ്യം തന്നെയാണ്. ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കാനുള്ള അപേക്ഷ നിരസിച്ചാൽ പിന്നീട് നമ്മുടെ മുമ്പിൽ ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഹൈക്കോടതിയെ സമീപിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് ഒത്തിരി ഭാരിച്ച സമയമെടുക്കുന്ന പരിപാടിയാണ്. ഒത്തിരി നല്ല രീതിയിൽ തന്നെ പഠിച്ച് തയ്യാറാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ശരിക്കും ആദ്യം തന്നെ ഏതെങ്കിലും പ്രൊഫഷണൽസിനെ ഏൽപ്പിച്ചാൽ ഗുണം കിട്ടുന്നതും ഇവിടെയാണ്. കാരണം അത് കൃത്യമായിട്ട് ചെയ്തു പോയാൽ നമുക്ക് വേഗത്തിൽ നടക്കും. ഒരു തവണ അപേക്ഷ നിരസിച്ചാൽ കോടതി 2 ഭാഗങ്ങളും കേട്ട് അതിൻ്റെ ഫയലുകളെല്ലാം കോൾ ഫോർ ചെയ്ത് അത് നന്നായ രീതിയിൽ മനസ്സിലാക്കിയ ശേഷം മാത്രമേ കോടതി ഉത്തരവിടുള്ളൂ. പിന്നെ ഒരു വട്ടം കൂടി കോടതി പോകേണ്ട സാഹചര്യങ്ങൾ ചിലപ്പോൾ അതിനകത്ത് റീകൺസിഡർ ചെയ്യാൻ കൊടുത്ത് പിന്നെ ചലഞ്ച് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ എങ്ങനെയും ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ തീർക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഭൂമി തരം മാറ്റാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, അതുപോലെ അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കിയ ഭൂമി മാത്രമാണ് നമുക്ക് ഭൂമി തരം മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഒന്നുകിൽ ഡാറ്റാ ബാങ്കിൽ ഇല്ലാതിരിക്കണം, അല്ലെങ്കിൽ ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കിയിരിക്കണം. അപ്പോൾ അങ്ങനെ ഡാറ്റാ ബാങ്കിൽ നിന്ന് ഇല്ലാത്ത ഭൂമി തരം മാറ്റാൻ കൊടുക്കുമ്പോൾ നമുക്ക് ഫോം നമ്പർ 6 ഉണ്ട്, 7 ഉണ്ട്, 9 ഉണ്ട്. ഈ 6, 7, 9 തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത് ആദ്യം 9 പറയാം. 9 എന്ന് പറയുന്നത് 1967 ജൂലൈ 4 മുമ്പ് നികത്തപ്പെട്ട ഭൂമികളാണ് നമുക്ക് ഫോം നമ്പർ 9 കൊടുക്കാൻ സാധിക്കുന്നത്. അത് 1967 മുമ്പ് നികത്തപ്പെട്ടതാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും രേഖ എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് റിപ്പോർട്ട് ആയിക്കോട്ടെ, ആധാരങ്ങളായിക്കോട്ടെ, ഒറ്റികളായിക്കോട്ടെ, ലോൺ എടുത്തായിക്കോട്ടെ, പട്ടയം ആയിക്കോട്ടെ, ഇതുമായി ബന്ധപ്പെട്ട അടിമരങ്ങളുടെ പ്രായമായിക്കോട്ടെ, കെട്ടിടങ്ങളുടെ പ്രായമായിക്കോട്ടെ, ഇതൊക്കെ എടുത്തിട്ട് ആ ഒരു കാര്യം നമുക്ക് ചെയ്തു പോകാം. അതിന് ഫീസ് അടയ്ക്കേണ്ടതില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഫോം നമ്പർ 7 ആണ്. 20.23 കൂടുതലുള്ള ഭൂമിക്കാണ് നമുക്ക് ഫോം നമ്പർ 7 കൊടുക്കാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു അടുത്ത മാനദണ്ഡം എന്ന് പറയുന്നത് 1967 ജൂലൈ 4 2008 ഓഗസ്റ്റ് 12 ഇടയ്ക്ക് നികത്തപ്പെട്ട ഭൂമിയാണ് നമുക്ക് ഫോം നമ്പർ 7 കൊടുക്കാൻ പറ്റുന്നത്. ഫോം നമ്പർ 6 നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഭൂമിയായിരിക്കണം. രണ്ടാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് 20.22 താഴെയായിരിക്കുന്ന ഭൂമിക്കാണ് അത് കൊടുക്കാൻ സാധിക്കുള്ളൂ. മൂന്നാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് 1967 ജൂലൈ 4 2008 ഓഗസ്റ്റ് 12 ഇടയ്ക്ക് നികത്തപ്പെട്ട ഭൂമിയാണ് നമുക്ക് ഫോം നമ്പർ 6 കൊടുക്കാൻ സാധിക്കുന്നത്. ഈ ഫോം നമ്പർ 6 കൊടുക്കുമ്പോൾ നമ്മൾ 1000 രൂപ ഫീസ് അടയ്ക്കാനുണ്ട്. ഫോം നമ്പർ 7 കൊടുക്കുമ്പോൾ നമ്മൾ 1000 ഫീസ് അടയ്ക്കാനുണ്ട്. ഓക്കെ. അതുപോലെ ഈ ലൈസൻസ് ഉള്ള സർവേയർ മാപ്പ് തയ്യാറാക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. ആരാണ് ഈ ശരിക്കും പറഞ്ഞാൽ ലൈസൻസ് ഉള്ള സർവേയർ? സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് സെക്ഷൻ 17B പ്രകാരം സർക്കാർ അംഗീകരിച്ചിട്ടുള്ളതോ സർക്കാർ സർവേ നടത്താൻ വേണ്ടി അനുമതി കൊടുത്തിട്ടുള്ളതോ ആയ ആളുകളാണ്, ആ സർവേയർമാരാണ് ലൈസൻസ് സർവേയർ. അവർ തയ്യാറാക്കിയ മാപ്പാണ് പരിശോധിക്കുന്നത്. അതിൽ ഫോം നമ്പർ 6 നമ്മൾ കൊടുക്കണമെങ്കിൽ സാധാരണ ഒരു മാപ്പ് മതി. എന്നാൽ ഫോം നമ്പർ 7 ആണെങ്കിൽ നമ്മൾ 10% ഭൂമി നമ്മൾ ജലസംരക്ഷണത്തിന് വേണ്ടി മാറ്റിയിട്ടുള്ള ഒരു പിക്ചറാണ് കൊടുക്കേണ്ടത്. അതിനകത്ത് മാറ്റിയിട്ടുള്ള ഭൂമി നീല നിറത്തിലും ബാക്കി കരഭൂമിയാക്കുന്ന ഭൂമി ചുവന്ന നിറത്തിലുള്ള രേഖപ്പെടുത്തിയിരിക്കണം. ഇതാണ് മാപ്പ് തയ്യാറാക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യവും സർവേയറുടെ ഡീറ്റെയിൽസും. ഓക്കെ. അതുപോലെ ഈ ഭൂമി തരം മാറ്റാൻ ഡേറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കിയ ഗസറ്റ് വിജ്ഞാപനം വരേണ്ടതുണ്ടോ? LLMC എടുത്ത തീരുമാനപ്രകാരമാണ് ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കിയതെങ്കിൽ ഗസറ്റ് വിജ്ഞാപനം വരണമെന്നാണ് നിലവിൽ പറയപ്പെടുന്നത്. RDO ഒഴിവാക്കിയ ഭൂമിയാണെങ്കിൽ അത് ആ കാര്യത്തിൽ മാത്രം ഗസറ്റ് വിജ്ഞാപനത്തിൻ്റെ ആവശ്യകതയില്ല. എങ്കിലും ഗസറ്റ് വിജ്ഞാപനം വരുന്നതോടുകൂടിയാണ് ശരിക്കും അതിൻ്റെ പ്രൊസീജിയർ പൂർണ്ണമാകുള്ളൂ. എന്നിട്ട് മാത്രമാണ് നമുക്ക് ഒരു ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. ഭൂമി തരം മാറ്റുന്നതിനായിട്ട് 2017 ഡിസംബർ 31 മുമ്പ് അപേക്ഷ കൊടുത്തതാണെങ്കിൽ പുതിയ അപേക്ഷ കൊടുക്കേണ്ടതുണ്ടോ? 2017 ഡിസംബർ 31 നമുക്ക് സെക്ഷൻ 27A നിലവിൽ വന്നത്. ആ സെക്ഷൻ 27A നിലവിൽ വന്നതിന് മുമ്പ് നമ്മൾ KL നിയമപ്രകാരമോ അല്ലെങ്കിൽ 3A പ്രകാരമോ നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു അപേക്ഷ കൊടുക്കേണ്ട ആവശ്യകത അതിനകത്ത് വരുന്നില്ല. അതിനകത്ത് എന്ന് ഉത്തരവ് കിട്ടിയോ ആ ഉത്തരവ് വാലിഡാണ്. ഓക്കെ. ഈ തരം മാറ്റ അപേക്ഷയും അപ്പീലും നിരസിച്ച എന്ത് ചെയ്യും? ഫോം 6, 7, 9 3 അപേക്ഷകളിൽ നിരസിച്ചാൽ
നമുക്ക് കളക്ടർക്ക് 27B പ്രകാരം ജില്ലാ കളക്ടർ മുമ്പാകെ നമുക്ക് 500 ഫീസ് അടച്ച് കിട്ടിയ ഉത്തരവിൻ്റെ കോപ്പിയും വെച്ച് നമുക്ക് അപ്പീൽ കൊടുക്കാം. എന്നാൽ അപ്പീൽ നിരസിച്ചാൽ നമുക്ക് പിന്നെ ഇപ്പോൾ നിലവിലെ വഴി ഹൈക്കോടതിയെ സമീപിക്കുക എന്നതാണ്. അതും ഒരു നീണ്ട പ്രോസസ്സാണ്. അതിനു മുമ്പേ തന്നെ എക്സ്പെർട്ടിനെ ഏൽപ്പിച്ചാൽ അത് കൃത്യമായി തയ്യാറാക്കി കൊടുത്താൽ അപ്പീൽ നിരസിക്കാൻ സാധ്യത കുറവായിരിക്കും. കാരണം കൃത്യമായി വിവരങ്ങൾ കൊടുത്താൽ അവർക്ക് നിരസിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരു നല്ല പ്രൊഫഷണൽ സർവീസ് സ്വീകരിക്കുന്നതാണ്. അല്ലാത്ത പക്ഷം അപ്പീൽ നിരസിച്ചാൽ ഹൈക്കോടതിയെ സമീപിക്കുക എന്നതാണ്. ഓക്കെ. ഭൂമി തരം മാറ്റുമ്പോൾ ഭീമമായിട്ടുള്ള തുക അടയ്ക്കേണ്ടി വരുന്നതിനെക്കുറിച്ച് പലരും പറയാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതുപോലെ ഫീസ് ഒഴിവാക്കാനോ കുറയ്ക്കാനോ സാധിക്കുമോ? ഭൂമി തരം മാറ്റുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത പുരയിടത്തിൻ്റെ ന്യായവില അടിസ്ഥാനമാക്കിയാണ് ഫീസ് അടയ്ക്കേണ്ടി വരുന്നത്. തൊട്ടടുത്തുള്ള ഭൂമി എന്ന് പറയുന്നത് ഏതാണോ എടുക്കുന്നത് എന്നത് വലിയൊരു പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. അത് പല സ്ഥലങ്ങളിലും 2 വ്യത്യസ്ത ഭൂമികൾ തരം മാറ്റിയപ്പോൾ 2 വ്യത്യസ്തമായ പുരയിടങ്ങളുടെ തൊട്ടടുത്തുള്ള പുരയിടങ്ങളുടെ റേറ്റുകൾ ഇട്ടു എന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഭൂമി തരം മാറ്റുമ്പോൾ അതുകൊണ്ട് കൃത്യമായി ന്യായവില തൊട്ടടുത്ത ഭൂമിയുടെ എല്ലാം അറിഞ്ഞിരിക്കുന്നത് അനിവാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ അടയ്ക്കേണ്ട തുക കുറയ്ക്കുന്നതിന് കൃത്യമായി നമുക്കൊരു പ്രൊഫഷണൽസിൻ്റെ സേവനം സ്വീകരിച്ച് നമുക്കതിനെ പ്ലോട്ട് തിരിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വേണം നമുക്ക് തുക കുറയ്ക്കുക. ഇപ്പം 1 ഏക്കറിന് മുകളിലാണെങ്കിൽ 20% അടയ്ക്കേണ്ടത്, 1 ഏക്കറിന് താഴെയാണെങ്കിൽ 10% അടച്ചാൽ മതി. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്യേണ്ടത് എന്ന് പ്രൊഫഷണൽ സഹായത്തോടെ സ്വീകരിക്കണം. ഇനി ഒഴിവാക്കുക എന്ന് പറയുന്നത് നമുക്ക് കെയിൽ കിട്ടിയ ഭൂമിയാണെങ്കിൽ നമുക്ക് ഫീസ് അടയ്ക്കേണ്ടതില്ല. നമുക്ക് 1967 മുമ്പ് നികത്തിയ ഭൂമിയാണെങ്കിൽ നമുക്ക് ഫീസ് അടയ്ക്കേണ്ടതില്ല. 25 സെൻറ്റിൽ താഴെയാണെങ്കിൽ ഫീസ് അടയ്ക്കേണ്ടതില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി വേണം ഭൂമി തരം മാറ്റത്തിനുള്ള അപേക്ഷ കൊടുക്കാൻ, ഡോക്യുമെൻ്റ് അനക്സ് ചെയ്യാൻ. അങ്ങനെയാണ് നമുക്ക് ഫീസ് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഫീസ് ഇല്ലാതിരിക്കാനൊക്കെ സാധിക്കുക. ഓക്കെ. അതുപോലെ ഭൂമി തരം മാറ്റുമ്പോൾ അപേക്ഷ നൽകുന്ന ഭൂമിയുടെ ന്യായവില അടിസ്ഥാനമാക്കിയാണോ ഫീസ് അടയ്ക്കേണ്ടത്? അതുപോലെ എന്നത്തെ ന്യായവിലയാണ് അടിസ്ഥാനമാക്കുക? നമുക്ക് ഭൂമി തരം മാറ്റുമ്പോൾ നമ്മുടെ ഭൂമിയുടെ ഫീസ് ന്യായവില അടിസ്ഥാനമാക്കിയായിരുന്നു ആദ്യം ഫീസ് അടച്ചിരുന്നത്. ഇപ്പോൾ പുതിയ ഭേദഗതി വരുത്തിയതോടുകൂടി തൊട്ടടുത്ത പുരയിടത്തിൻ്റെ ന്യായവിലയാണ് നമ്മൾ അടിസ്ഥാനമാക്കി എടുക്കുന്നത്. ഒപ്പം തന്നെ എന്നാണ് അപേക്ഷ കൊടുത്തത് അന്നത്തെ ന്യായവിലയാണ് അടിസ്ഥാനമാക്കി എടുക്കുന്നത്. ഇത് വലിയ കോംപ്ലിക്കേഷനുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ നമുക്ക് തൊട്ടടുത്ത ഭൂമിയുടെ പുരയിടമായ ഭൂമി ഏതാണെന്ന് കൃത്യമായിട്ട് ഡേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പ്രശ്നമാണ്. അതുപോലെ തന്നെ അപേക്ഷ കൊടുത്ത സമയത്ത് ന്യായവില നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് വെക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ അന്നത്തെ അപേക്ഷയുടെ ന്യായവില നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. അതുപോലെ ഈ ന്യായവില നിശ്ചയിച്ചിട്ടില്ലാത്ത ഭൂമിയുടെ ന്യായവില നിശ്ചയിക്കാനായിട്ട് എന്ത് ചെയ്യണം? സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28A പ്രകാരമാണ് നമുക്ക് ന്യായവില നിശ്ചയിക്കുകയും ന്യായവിലയെ കുറവ് വരുത്തുകയും കൂട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് RDO മുമ്പാകെയാണ് നമുക്ക് അപേക്ഷ കൊടുക്കേണ്ടത്. RDO ആണ് ന്യായവില നിശ്ചയിക്കുന്നത്. അപ്പീൽ പരിഗണിക്കുന്നത് കളക്ടറുമാണ്. അപ്പോൾ നമുക്ക് RDO മുമ്പാകെ അപേക്ഷ കൊടുത്തുകൊണ്ട് നമുക്ക് ന്യായവില നിശ്ചയിപ്പിക്കാൻ സാധിക്കും. ഓക്കെ. അതിൽ ഈ 25 സെൻറ്റിൽ താഴെയുള്ള ഭൂമി വാങ്ങിയാൽ തരം മാറ്റത്തിന് ന്യായവിലയുടെ 10% ഫീസ് എന്ന് പറയുന്ന ആ ഒരു മാനദണ്ഡം അത് ബാധകമാണോ? 2017 ഡിസംബർ 31 എത്ര ഭൂമി ഉടമയുടെ കയ്യിലുണ്ട് എന്നാണ് മാനദണ്ഡമാക്കുന്നത്. അപ്പോൾ നമ്മൾ അന്ന് ഭൂമി 25 സെൻറ്റ് താഴെയാണെങ്കിൽ നമ്മൾ ഇന്ന് വാങ്ങിയാലും നമുക്കത് 25 സെൻറ്റിൻ്റെ ആനുകൂല്യം കിട്ടും. അത് വാങ്ങിയാലും കിട്ടും, ഇഷ്ടദാനമായാലും കിട്ടും. അപ്പോൾ അത് കൃത്യമായി നമ്മൾ നോക്കിയിട്ട് വേണം അപേക്ഷ കൊടുക്കുമ്പോൾ അത് എഴുതി ചേർക്കുകയും വേണം അപേക്ഷയിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആനുകൂല്യം കിട്ടാൻ ഉപകാരപ്രദമാവും. ഓക്കെ. അപ്പോൾ അതുപോലെ ഈ 21 സെൻറ്റ് വീതം 2 ആധാരങ്ങളിലായിട്ട് 42 സെൻറ്റ് ഭൂമി ഉണ്ടെന്ന് കരുതുക. അപ്പോൾ അത് ഭൂമി തരമാറ്റത്തിന് ന്യായവിലയുടെ 10% ഫീസ് അടയ്ക്കണോ? ഒരു ആധാരത്തിൽ എത്ര ഭൂമി ഉണ്ട് എന്നാണ് ആദ്യം പരിഗണിക്കുന്നത്. അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 2017 ഡിസംബർ 31. അപ്പോൾ 2017 ഡിസംബർ 31 മുമ്പ് നമ്മുടെ ഭൂമിയുടെ ആധാരപ്രകാരമുള്ള ഭൂമി തരം മാറ്റേണ്ട ഭൂമി, ഇപ്പോൾ ചിലപ്പോൾ ആ ആധാരത്തിൽ മറ്റു നിലം ഉണ്ടാകാം, അല്ലെങ്കിൽ പുരയിടം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ എത്ര ഭൂമിയാണ് നികത്ത് ഭൂമി, ആ ഭൂമി എത്രയുണ്ടോ അതിന് മാത്രമേ പരിഗണിക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എത്ര ആധാരം ഉണ്ടോ എന്ന് വെച്ചാലും പ്രശ്നമില്ല. നമുക്ക് 25 സെൻറ്റ് താഴെയാണെങ്കിൽ ഫീസ് അടയ്ക്കേണ്ട, 50 സെൻറ്റ് താഴെയാണെങ്കിൽ നമ്മൾ 10% ഭൂമി ജലസംരക്ഷണത്തിന് മാറ്റിയിടണ്ട. ഇങ്ങനൊരു ഗുണം അതിനകത്തുണ്ട്. ഓക്കെ. അതുപോലെ ഈ കെട്ടിടം 3000 ചതുരശ്ര അടിക്ക് മുകളിലുണ്ടെങ്കിൽ അടിക്ക് 100 രൂപ വെച്ചിട്ട് അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ നിയമത്തിൽ പറയുന്നുണ്ട്. അത് ഹൈക്കോടതി അബാദിൻ്റെ കേസിൽ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് 3000 സ്ക്വയർ ഫീറ്റിന് മുകളിലാണെങ്കിൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം നമുക്കിപ്പോൾ ഫീസ് അടയ്ക്കേണ്ടതില്ല. അതിൻ്റെ അൾട്ടിമേറ്റായിട്ട് വിധി വരാൻ കാത്തിരിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ അത് അന്തിമമായൊരു ലീഗൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും ഇപ്പോൾ നമുക്ക് ഫീസ് അടയ്ക്കേണ്ട സാഹചര്യം ഇല്ല. ഓക്കെ. അതിൽ ഈ സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ പ്രകാരം പുരയിടമായിട്ടുള്ള ഭൂമി BTRൽ ഇനം മാറ്റം വരുത്താനായിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ പുരയിടമാണെങ്കിൽ തെറ്റുതിരുത്തൽ അപേക്ഷയാണ് തഹസിൽദാർ മുമ്പാകെ കൊടുക്കേണ്ടത്. സെക്ഷൻ 18 പ്രകാരമാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത്. അങ്ങനെ തഹസിൽദാർക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ, BTR, തണ്ടപ്പേര്, നമ്മുടെ പ്രമാണം, കരടച്ച രസീത് എല്ലാം കൂടെ ഒരു 5 രൂപയുടെ സ്റ്റാമ്പ് പതിച്ച് അപേക്ഷ കൊടുത്താൽ മതി. അവർ അപേക്ഷ പരിഗണിച്ച് നമ്മുടെ തെറ്റുതിരുത്തൽ അപേക്ഷ തീരുമാനം എടുത്തു തരും. അതോടെ നമുക്ക് രേഖകളിൽ പുരയിടമായി മാറും.
ഓക്കെ. അതുപോലെ ഈ ജലസംരക്ഷണ നടപടികൾ അത് എപ്പോഴാണ് സ്വീകരിക്കേണ്ടത്? ജല സംരക്ഷണ നടപടികൾ നമുക്ക് ഭൂമി തരം മാറ്റുമ്പോൾ ഫോം നമ്പർ 7 ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. 50 സെൻറ്റിൽ മുകളിലാണെങ്കിലാണ് 10% ഭൂമി ജലസംരക്ഷണത്തിന് മാറ്റിയിടേണ്ടി വരുന്നത്. അങ്ങനെ മാറ്റിയിടേണ്ടത് പയസ് എന്ന് പറയുന്ന കേസിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എപ്പോഴാണോ തരമാറ്റി കിട്ടിയത് ആ തരമാറ്റി കിട്ടിയതിന് ശേഷം മാത്രം നമുക്ക് ആ നടപടികൾ സ്വീകരിച്ചാൽ മതി. കാരണം നമ്മളിപ്പോൾ ഒരു 90 സെൻറ്റിനാണ് കൊടുക്കേണ്ടത്. 90 സെൻറ്റിൽ കൊടുക്കുമ്പോൾ നമ്മൾ സർക്കാർ പ്രകാരം 9 സെൻറ്റ് മാറ്റിയിടണം. ശരിക്കും 50 സെൻറ്റിന് മുകളിലുള്ള 40 സെൻറ്റിന് മാറ്റിയിട്ടാൽ മതി എന്നാണ് നിയമ ഉപദേശം നൽകാനുള്ളത്. എന്നാൽ 90 സെൻറ്റിൻ്റെ കൊടുക്കുമ്പോൾ നമ്മൾ 9 സെൻറ്റ് മാറ്റിയിടണം സർക്കാർ പറയുന്നു. അപ്പോൾ നമുക്ക് അനുവദിക്കും 90 സെൻറ്റ് ഇല്ല, അല്ലെങ്കിൽ അളന്ന് അന്വേഷിച്ച് വരുമ്പോൾ നമുക്ക് 80 സെൻറ്റേ ഉള്ളൂ. അപ്പോൾ 80 സെൻറ്റിൻ്റെ 10% 8 സെൻറ്റ് മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പയസ് എന്ന് പറയുന്ന കോടതി വിധിയിൽ കോടതി പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ജലസംരക്ഷണ നടപടികൾ സ്വീകരിക്കുന്നത് നമുക്ക് എപ്പോഴാണോ ഭൂമി തരമാറ്റി കിട്ടുന്നത് അതിനുശേഷം മാത്രം, ഉത്തരവ് കിട്ടിയ ശേഷം മാത്രം മതി. അതുപോലെ ഈ KLU കിട്ടിയ ഭൂമിയിൽ BTRൽ ഇനംമാറ്റം വരുത്താനായിട്ട് എന്താ ചെയ്യേണ്ടത്? അതുപോലെ അതിന് ഫീസ് അടയ്ക്കണോ? ഡേറ്റാ ബാങ്കിൽ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ടാകുമോ? ഡാറ്റാ ബാങ്കിലുള്ള ഭൂമിയെല്ലാം ആദ്യം തന്നെ ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കിയ ശേഷം മാത്രമാണ് നമുക്ക് തരം മാറ്റാനോ അല്ലെങ്കിൽ രേഖകൾ ഇനം മാറ്റാനോ സാധിക്കുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ KLU കിട്ടിയ ഭൂമിക്ക് നമുക്ക് ഈ പറയുന്ന 27A പ്രകാരമുള്ള ഫോം 6 7 9 ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. നമുക്ക് തരം മാറ്റി ഭൂമി, ഏത് തരം മാറ്റി ഭൂമി ആയാലും നമുക്ക് തഹസിൽദാരുടെ കൊടുത്താണ് നമ്മൾ അത് രേഖകളിൽ ഇനം മാറ്റിയെടുക്കുന്നത്. KLU കിട്ടിയ ഭൂമി തഹസിൽദാർ മുമ്പിൽ കൊടുക്കുമ്പോൾ സെക്ഷൻ 6A ലാൻഡ് ടാക്സ് ആക്ട് പ്രകാരം, ഭൂനികുതി നിയമപ്രകാരം നമ്മൾ അപേക്ഷ കൊടുത്ത് ഫ്രഷ് അസസ്മെൻറ്റിനുള്ള അപേക്ഷയും ഒപ്പം തന്നെ ഫോം Aയും കൊടുത്താണ് നമുക്ക് തരം മാറ്റി ഭൂമി BTRൽ മാറ്റം വരുത്തിയെടുക്കുന്നത്. ഓക്കെ. അതുപോലെ ഈ ഭൂമി തരം മാറ്റാനായിട്ട് ഒരു പ്രൊഫഷണലിൻ്റെ സേവനം ആവശ്യമാണ്. അതുപോലെ ഏജൻ്റ് ആണോ വക്കീലാണോ ഇതിനു വേണ്ടി നല്ലത്? ആദ്യം തന്നെ പ്രൊഫഷണൽ സേവനങ്ങൾ ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കുമ്പോൾ ഒരു ഭൂമി തരം മാറ്റം എന്ന പ്രക്രിയ നന്നായി മനസ്സിലാക്കാനും അതിൻ്റെ പിന്നാലെ സമയം ചെലവഴിച്ച് നിൽക്കാനും സാധിക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അത് ആദ്യം തന്നെ എല്ലാ അപേക്ഷ കൊടുക്കുന്ന ആൾക്കാരും മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ നമുക്ക് പറ്റില്ല എങ്കിൽ പ്രൊഫഷണൽ സേവനം സ്വീകരിക്കണം. പ്രൊഫഷണൽ എന്ന് പറയുന്നത്, ലീഗൽ പ്രൊഫഷണൽ എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ആക്ടിലെ സെക്ഷൻ 29, 29, 30, 31 പ്രകാരം ഇന്ത്യയിൽ ഒരു നിയമം കൈകാര്യം ചെയ്യാനുള്ള അധികാരം വക്കീൽമാർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ഏജൻറ്റുമാർക്കും കൃത്യമായി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശമില്ല. അതുകൊണ്ട് നമ്മളൊരു അഭിഭാഷകനെ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്ന നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നതനുസരിച്ച് നല്ലൊരു അഭിഭാഷകനെ, ഈ പ്രത്യേകിച്ച് ഭൂനിയമത്തിൽ വിദഗ്ധനായ ഏതെങ്കിലും നല്ലൊരു അഭിഭാഷകനെ കണ്ടെത്തി ഏൽപ്പിക്കുന്നതാണ് ഉചിതമായ രീതിയുള്ളത്. അതുപോലെ ഈ ഏജന്റുമാർക്കോ അല്ലെങ്കിൽ വക്കീലന്മാർക്കോ കൊടുത്ത ഫീസ് തിരികെ കിട്ടുമോ? ഓക്കെ, ഏജൻറ്റുമാർ വാങ്ങുന്ന ഫീസല്ല. അതുകൊണ്ട് നമുക്ക് അത്തരം രീതിയിൽ കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ അത് ചീറ്റിങ്ങിൻ്റെ പരിധിയിൽ വരും. അതുകൊണ്ട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മുമ്പാകെ ഒരു പരാതി കൊടുത്താൽ ആ പണം തിരിച്ചു വാങ്ങാൻ സാധിക്കും. അത് എറണാകുളം ജില്ലാ കളക്ടർമാർ പലവട്ടം ആവർത്തിച്ച് വ്യക്തമാക്കുകയും സർക്കാർ അത് നയപരമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ അഭിഭാഷകർ കൊടുക്കുന്ന ഫീസാണ്, അഭിഭാഷകർക്കും ഡോക്ടർമാർക്കും കൊടുക്കുന്ന ഫീസ് അവർക്ക് യാതൊരു കാരണം, അവർ ചെയ്യുന്ന ജോലിയുടെ ഭാഗമായിട്ട് കൊടുക്കുന്ന ഫീസാണ്. അത് സർവീസിൻ്റെ റിസൾട്ട് ബേസ് ചെയ്തല്ല. ഈ രണ്ട് കാര്യത്തിലും റിസൾട്ട് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. കേസ് ജയിക്കുമെന്നോ അല്ലെങ്കിൽ രോഗി ജീവനോടെ തിരിച്ചു വരുമെന്നോ പറയാൻ പറ്റാത്ത ഒരു അൺസർട്ടനിറ്റി ഉള്ള രണ്ട് പ്രൊഫഷനാണ് ഡോക്ടർമാരുടെയും വക്കീൽമാരുടെയും. അതുകൊണ്ട് ഇക്കൂട്ടർ കൊടുക്കുന്ന ഫീസ് തിരിച്ചു കൊടുക്കേണ്ടതില്ല. അവർക്കെതിരെ അങ്ങനത്തെ ഒരു കേസ് നിലനിൽക്കില്ല എന്ന് 2 ഘട്ടങ്ങളിലാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഓക്കെ. ഈ സ്ഥലം നേരിട്ട് കാണാതെ എങ്ങനെയാണ് വക്കീലുമാർ ആ ഭൂമി തരം മാറ്റാൻ സാധിക്കുമോ എന്ന് തീരുമാനിക്കുന്നത്? ഏജന്റുമാർ നടത്തുന്ന വളരെ വലിയൊരു ആരോപണമാണിത്. കക്ഷികൾ ഒത്തിരി ചോദിക്കാറുണ്ട് എന്നോട്. നമുക്ക് 2 വിധത്തിലാണ് ചെയ്യുന്നത്. ഒന്ന്, കക്ഷി കൊണ്ടുതരുന്ന സ്ഥലത്തിൻ്റെ ഫോട്ടോ, ആ സ്ഥലത്തിൻ്റെ ഫോട്ടോ അവർ തരും, അറ്റസ്റ്റ് ചെയ്ത് തരുമ്പോൾ ആ കക്ഷിയുടെ സ്ഥലത്തിൻ്റെ ഫോട്ടോ തന്നെ കൊണ്ടു തരുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ സ്ഥലത്തിൻ്റെ ഗൂഗിൾ ലൊക്കേഷൻ. ആ ഗൂഗിൾ ലൊക്കേഷൻ എടുത്താൽ കൃത്യമായിട്ട് ആ ഭൂമി ഏത് അവസ്ഥയിലാണ്, മുമ്പ് എങ്ങനെയായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്ഥലത്തിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ടും ഗൂഗിൾ ലൊക്കേഷൻ വെച്ച് പരിശോധിച്ചിട്ടുമാണ് നമ്മൾ ഈ ഭൂമിയുടെ 2008 മുമ്പുള്ള സാഹചര്യം വിലയിരുത്തുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്തു പോവുക. ഓക്കെ. അതുപോലെ ഈ ഭൂമിയിലൂടെ തോട് കടന്നു പോകുന്നു, അതുപോലെ വെള്ളക്കെട്ടുണ്ട്, LLMC റിപ്പോർട്ട് എതിരാണ് എന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അപേക്ഷ നിരസിക്കാൻ പറ്റുമോ? ഈ 3 കാരണങ്ങളും വെച്ച് അപേക്ഷ നിരസിക്കാൻ പാടില്ലെന്ന് ആമുഖമായി പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ LLMC റിപ്പോർട്ട് എന്ന് പറയുന്നത് പരിഗണിക്കേണ്ടതില്ല എന്ന് കോടതി പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് അവർ തീരുമാനമെടുത്ത അവരുടെ റിപ്പോർട്ട് ഒരിക്കലും അവർക്ക് അനുകൂലമാകും, ഇമ്പാർഷ്യലായിരിക്കില്ല, പാർഷ്യലായിരിക്കും. രണ്ടാമത്തെ കാര്യം, LLMCയുടെ അധികാര പരിധി ഡാറ്റ ബാങ്ക് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി RDOയ്ക്കാണ് അധികാര പരിധി വരുന്നത്, അല്ലെങ്കിൽ സബ് കളക്ടർക്കോ ഡെപ്യൂട്ടി കളക്ടർക്കോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും LLMC റിപ്പോർട്ടിന് പ്രാമുഖ്യം ഇല്ല എന്നാണ് ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തോടുണ്ട് അല്ലെങ്കിൽ വെള്ളക്കെട്ടുണ്ട്, താഴ്ന്നു കിടക്കുന്ന ഭൂമിയാണ്, ഇതൊന്നും ഒരു കാരണവശാലും നിലമായി വരില്ല എന്ന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞ് അവർ നിരസിക്കേണ്ട കാര്യമില്ല. നിരസിച്ചാൽ കുറച്ച് കാലതാമസം നേരിടുമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊന്നും നിരസിക്കാനുള്ള ഭൂമി തരമാറ്റം അല്ലെങ്കിൽ ഡാറ്റ ബാങ്കിൽ നിന്ന് ഒഴിവാക്കൽ അപേക്ഷകൾ നിരസിക്കാനുള്ള കാരണമല്ല എന്ന് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. നിയാസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിൽ കോടതി വാൺ ചെയ്തിട്ടുണ്ട് ഇത്തരം രീതിയിൽ ഓർഡർ ഇടരുതെന്നും, അതുകൊണ്ട് പുതിയ ഓർഡർ പാസ്സാക്കിക്കൊള്ളണമെന്നും ഓർഡർ ഇട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും ഭൂമി തരമാറ്റത്തെക്കുറിച്ച് ഇത്രയും വിപുലമായിട്ട് സംസാരിച്ചാലും ഓരോ സംശയങ്ങൾക്കുള്ള മറുപടി എന്ന രീതിയിൽ വളരെ നന്നായിട്ട് സംസാരിച്ചു. താങ്ക് യു സോ മച്ച്. ഇനിയും ഇതുപോലെ നല്ല നല്ല ഇൻ്റർവ്യൂസുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു. പ്രേക്ഷകരുടെ ഏത് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി സ്മാർട്ട് ജെൻ മീഡിയ എക്സ്പെർട്ട് കണക്ട്. വിദഗ്ധരോട് സംശയ നിവാരണം നടത്താൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരും പൊതുജനങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ തയ്യാറായിട്ടുള്ള വിദഗ്ധരും പേര്, തൊഴിൽ, ആവശ്യം എന്നിവ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് നമ്പർ 9947315453. നമ്പർ ഒരിക്കൽ കൂടി 9947315453.